everyone. ഇന്ന് ഡിസംബർ 25 ആണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവരും ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കലാപരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമുക്കിവിടെ വൈറ്റ് ക്രിസ്മസ് ആണ്, അതായത് ഫുള്ള് സ്നോ ഒക്കെ ഉള്ള നല്ലൊരു വൈറ്റ് ക്രിസ്മസ് ആണ്. പുറത്തോട്ട് നോക്കിയാലൊക്കെ ഫുള്ള് വെള്ളയാണ്, പച്ചയൊന്നും കാണാനില്ല. അപ്പോൾ നമുക്കിന്ന് നോർമലി നമ്മൾ 24-നാണ് എപ്പോഴും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷെ ഇത്തവണ നമുക്കത് പറ്റിയില്ല. നമ്മൾ പള്ളിയിലൊക്കെ അല്ലെങ്കിൽ പള്ളിയിൽ പോവും. പിന്നെ നമ്മൾ ട്രിപ്പൊക്കെ പോയതുകൊണ്ട് നമുക്ക് കറക്റ്റ് 24-ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. 25 ഒരു ദിവസം വൈകി. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് അടുത്ത ദിവസം തുടങ്ങിയിട്ടുണ്ടാവണം. നമ്മളിപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിവേ പുറത്തൊക്കെ നമ്മൾ കംപ്ലീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇട്ട്, നമ്മൾ മാത്രമല്ല ഇവിടെയുള്ള ചുറ്റുവശത്തുള്ള എല്ലാവരും ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെ മഞ്ഞൊക്കെ പെയ്ത് എല്ലാവരും കുറേ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ ഇവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും കൊച്ചു കൊച്ചു പൂക്കളും കൊച്ചു ബോയും കൊച്ചു റീത്തൊക്കെ വെച്ച് നമ്മൾ കുറേ ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി ക്രിസ്മസ് സെലിബ്രേഷനിലോട്ട് കിടക്കാം. ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ആരാന്നൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അവർക്ക് ഞാൻ എന്ത് ഗിഫ്റ്റാണ് വാങ്ങിച്ചെന്നുള്ളത് കാണിച്ചു തരാം. സോ എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓ യെസ്, കം ഓൺ ഡാഡ്. ഓ പാപ്പയ്ക്ക് വയ്യാണ്ടിരിക്കാണ്. മെരി ക്രിസ്മസ് പറയാം എല്ലാരോടും. മെരി ക്രിസ്മസ്. നമുക്ക് എല്ലാവർക്കും കൂടി മെരി ക്രിസ്മസ് പറയാം. നാക്ക് കുഴയുന്നുണ്ടോ ഡാഡി? മെരി ക്രിസ്മസ്. ആ സൂപ്പർ. അപ്പോ ക്രിസ്മസിനെ പറ്റി 2 വാക്ക്. എന്തിനാ ക്രിസ്മസ് ആഘോഷിക്കുന്നേ? ജന്മദിനം. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ഡാഡി, ഇറ്റ്സ് ഓക്കെ. പാപ്പയ്ക്ക് ടെൻഷനായി. എല്ലാരും ഒരു സ്മോൾ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, ചോരയാൽ പാരിന്റെ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ കാപ്പാത്തിരുന്നോ രജപാലകൻ. ദൈവനാദം കേട്ടു ആമോദരാ വർണ്ണരാജികൾ വിടരും വാനിൽ. വെള്ളിമേഘങ്ങൾ പൊഴിയും രാവിൽ താരക രാജകുമാരിയോടൊത്തൊരു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ശാന്തം നോക്ക്, പറ്റാള്. പപ്പാ, മമ്മി എന്താ കുനിഞ്ഞു നിക്കണത്? പപ്പരെ തീരാക്കലേ. നിർത്തി കാട്ടോ നീ. പാപ്പ മമ്മീനെ നോക്കി പൊട്ടിച്ചിരിക്കേ. മുഖത്തോട് നോക്ക്. മമ്മി ഒന്ന് പൊട്ടിച്ചിരിക്കേ. കിട്ടി, അതൊക്കെ മതി. പൊട്ടിച്ചിരിക്കേ. പപ്പനെ നോക്കി പൊട്ടിച്ചിരിക്കേ. ആ ചിരിക്കണേ, ചിരിക്കണേ പോർച്ചുങ്ങടെ. പിന്നെയും ആരോഗ്യനാവിന്റെ പടിവരുന്നെത്തുന്ന പദവിസ്വരം. പിന്നെയും ആരോഗ്യനാവന്റെ പൊന്നിനമേകുന്ന മൃദുമന്ദരം. പിന്നെയും ആരോ. അങ്ങനെ ഫോട്ടോ സെഷൻ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കുറേ നേരം ഫോട്ടോ എടുത്ത് വയ്യാണ്ടായി. ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പിൽ നമ്മൾ കഴിക്കണം. അപ്പൊ ഇഷ്ടപ്പെട്ട ഫുഡ്? ഇഷ്ടപ്പെട്ട
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് ചോറും കുറേ ചിക്കൻ ബീഫ് അങ്ങനത്തെ കുറേ കറികളുള്ള കൂട്ടി കഴിക്കാൻ. നമുക്ക് കുറേ കറികളുണ്ട് അത്യാവശ്യം. എന്താ പറയുക, അവിടെ മീൻ പൊരിച്ചൊന്നും കാണാമല്ലോ. മീൻ വറുത്തതുണ്ട്, പിന്നെ പോർക്ക് ഫ്രൈ ചെയ്തതും, ചിക്കൻ കറി, മീൻ കറി അത്യാവശ്യം, പിന്നെ കട്ട്ലറ്റ്, ഞങ്ങൾ ഉണ്ടാക്കിയ കട്ട്ലറ്റ്, കേക്ക്, സ്റ്റൂ ഞാൻ ഉണ്ടാക്കിയതാണ്. സ്റ്റൂ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വട്ടയപ്പം, അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ക്രിസ്മസിന് കഴിക്കാൻ പറ്റിയ ഒരു നസ്രാണി മീൽ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല. ഞാൻ കഴിക്കാൻ പോണുള്ളൂ. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഏഞ്ചൽ ഇഷ്ടപ്പെട്ടോ? മമ്മിക്കോ? മമ്മി കഴിച്ചില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി കലക്കടാടി പപ്പയാണല്ലോ തല. ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇത്തിരി സവോള ഒക്കെ ഇട്ടുണ്ട്. സോ നമുക്കിനി ഫുഡ് കഴിക്കാം. നെക്സ്റ്റ് കലാപരിപാടി എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. ദ മോസ്റ്റ് അവൈറ്റഡ്. നമ്മൾ ഒരു 25 ദിവസമായിട്ട് കാത്തിരുന്നതാണ്. എല്ലാവരും അവരവരുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗസ്റ്റ് ഇതൊക്കെ കളിച്ചു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ആ ഫ്രണ്ട് ആരെയാണ് കിട്ടിയെന്ന് അറിയാൻ പോകുന്ന സുബല നിമിഷം ഇതാ. ഡാഡി, ഐ യു എക്സൈറ്റഡ്? അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർക്ക് ദുബായിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ദുബായിലൊരു താമസത്തിന് അവർക്ക് അക്കോമഡേഷൻ എടുത്തിട്ടുണ്ട്. 3 ലുലു മാളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോപ്പിംഗ് നടത്താം. ഏത് കടയിൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് നടത്താം. അതിനുള്ള എല്ലാ എക്സ്പെൻസും കവർ ചെയ്യും. എത്ര എക്സ്പെൻസ് ഉണ്ടോ അത്രയും. എന്ത് ഡയമണ്ടോ ഗോൾഡോ പ്ലാറ്റിനം പപ്പ ഞാൻ ആയിരിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയിൽ ആരാടി. എനിവേ, പപ്പയുടെ ഫ്രണ്ട് ഞാൻ ആയിരിക്കില്ലേ എന്നുള്ള പ്രാർത്ഥനയിൽ. പപ്പയുടെ ഫ്രണ്ട് പപ്പ എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഉള്ള എല്ലാവർക്കും ടെൻഷനാണ്. ആ വലുത് പപ്പയുടെ ആണോ? അപ്പൊ അത് ആരാണെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പൊ ഇല്ലാത്ത സാധനം പപ്പ എങ്ങനെ നോക്കൂ ഇപ്പൊ? ഓക്കെ ഓക്കെ. ഏഞ്ചില് കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ എനിവേ, നമുക്ക് ഇനി ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഞാൻ എന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോ എന്റെ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഞാൻ കൈ കൊണ്ട് ഉണ്ടാക്കിയ എന്റെ കണ്ട ലാഡർ കയറി വരുന്ന ബെയർ അതിന്റെ കൂടുതലുണ്ടാവും. അതായത് ബെയർ മുകളിൽ കയറി വന്ന് സ്റ്റാർ ഇടുമ്പോ മേരി ക്രിസ്മസ് വരും. ഡാഡി, എല്ലാവർക്കും കൊതിയാവുന്നുണ്ടാ? ഡാഡിക്ക് കൊതിയായാ? മമ്മിക്ക് കൊതിയായാ? മമ്മിക്ക് വേണത്? അപ്പൊ എല്ലാവരും കൊതിച്ചിരിക്ക. ഡാഡി ഒന്നല്ല, ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞ ഈ ആളെ പറ്റി എനിക്ക് പറയാനാണെങ്കിൽ ഈ കുടുംബത്തിലെ GK, ജനറൽ നോളേജിൽ ഒരു പുലി തന്നെ, ഡിബേറ്റിൽ ഒരു പുലി തന്നെ. മനസ്സിലായ? ഒരു പീസിന്റെ ഒരു അവാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ആൾക്ക് കൊടുക്കണം. മനസ്സിലായ? ഒരു സുന്ദരനും സുമുഖനും സുശീലനുമായ പപ്പേ ഞാൻ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നു. ഇത് നോക്ക്. ഡാഡി, അത് മാത്രല്ല വില മതിക്കുന്ന 1 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട്. എടുത്തോ. മെരി ക്രിസ്മസ് ഡാഡ്. മെരി ക്രിസ്മസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ശരി. എനിക്കൊരു സംശയം ഉണ്ട്. ഇല്ല, അല്ലാന്ന് ഏഞ്ചൽ എന്നിട്ട് മായം പൊളിച്ച് നിക്കണതേ.
നല്ല നോക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാനാ ഞാൻ പോവാ. ആരാ പറഞ്ഞത്? അപ്പൊ ഈ ഇരിക്കണ അതൊന്നും വലിയ കാര്യമില്ലാത്തതാ. എടി എനിക്കത് പോരാ, കുറച്ചുകൂടി പറയേ. ഞാനോട് കൂടി ഇരിക്കാം. എടി എന്തെങ്കിലും പറ. സ്വീറ്റ് പേഴ്സൺ, ലവിംഗ് പേഴ്സൺ. Not loving, always fighting. Always fighting. താങ്ക് യു ഏഞ്ചൽ. ഞങ്ങൾ ഇന്നലെ പൊരിഞ്ഞ അടിയുടെ ഇടയിൽ ഞാൻ നോക്കുമ്പോ എന്നോട് അടി ഉണ്ടാക്കിയിട്ട് ഏഞ്ചൽ ഗിഫ്റ്റ് പുതിയ. അപ്പൊ എനിക്കൊരു പേടി, ഇവൾക്ക് ഇനി ഞാനെങ്ങാനാണ് ഏഞ്ചൽ ആ ദേഷ്യത്തിൽ തീർക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് നോക്കാം ആ ദേഷ്യത്തിൽ തീർത്തോ ഇല്ലയോ എന്ന്. എനിവേ താങ്ക് യു. മെറി ക്രിസ്മസ് ഏഞ്ചൽ. Merry Christmas. ഇതെന്തിനാ ഇവിടെ തിരിക്കണത്? ഇത് ഒതുക്കിയാണ് എന്റെ ഫ്രണ്ട്. ഒട്ടും വിഷമിക്കണ്ട. അപ്പൊ എന്റെ ഫ്രണ്ട് വിളിക്കാണ് ചിന്തു. എനിക്ക് ഡൗട്ട് ആയിരുന്നു മമ്മിയുടെ അഭിനയം കണ്ടിട്ട്. ആ നീ അല്ല, നീ അബുദാബിക്ക് പോവല്ലേ? ബൈ ദ ബൈ പപ്പ. ആ ആ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. സർപ്രൈസ് ആയിരുന്നു. ഓ ഡാഡ്. പപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട അയ്യോ ഡാഡി, തുടക്കം തന്നെ പാളി. പപ്പയുടെ എൽഡർ ഡോട്ടർ ഏഞ്ചൽ ജൈന ഇന്റലിജന്റ് ബ്രില്യന്റ് ഗേൾ ഏഞ്ചൽ ജൈന ജോണി. ഇതുണ്ടല്ലോ ഒരു ഷോ എന്ന് നിങ്ങൾ കരുതരുത്. ഇത് ഷോയാണോ? അല്ല, ഇത് ഒരു ഫോർമാലിറ്റിക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ശരി ശരി. ഇതിന്റെ വിലയെ കുറിച്ച് ഞാൻ പറയുന്നത് അത്രയും അമൂല്യമാണ്. ഉള്ളി എന്തെങ്കിലും ഉണ്ടാ? പക്ഷെ ഞാൻ ഏഞ്ചലിന് ഒരു ദുബായിക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ദുബായിൽ അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. ലുലു മാളില് 3 മാളിൽ ഇഷ്ടമുള്ള മാളിൽ ഇഷ്ടം പോലെ പർച്ചേസിംഗ് നടത്താം. അതിന് ഞാൻ 1,00,000 ദിറംസ് അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇതിൽ കൂടുതല് ചോദിക്കരുത്. അത്ര ഞാൻ മനസ്സ് സന്തോഷം ഏഞ്ചല് സന്തോഷം കൊണ്ട് ഇപ്പൊ പലർക്കും തോന്നിയിട്ടുണ്ടാവും എനിക്ക് അങ്ങനെ കിട്ടി. പക്ഷെ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടും. ചെറിയ ഗിഫ്റ്റാണ്. നിങ്ങൾക്കായിട്ട് ഓഫറുകൾ ഞാൻ തരും. ഓക്കെ, ബൈ ബൈ. ഏഞ്ചലിനെ സന്തോഷം കൊണ്ട് കരയുന്നു. കുറച്ച് കഴിയുമ്പോ മാറി നിന്ന് കരയും. ഓപ്പൺ ചെയ്യാൻ പോവാണ്. കുറച്ച് എയ്സറിക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാരും പൊട്ടിച്ചോട്ടെ. ആ എന്തേ? ഏഞ്ചൽ തന്ന ഗിഫ്റ്റ് ഒന്ന് കാണണല്ലോ. എല്ലാവർക്കും ഇതിൽ ഗസ്റ്റ് ഉണ്ടോ ഗൈസ്? സെഫോറയിലൊക്കെ കേറിണ്ടായിരുന്നു. നല്ലത് വല്ല വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കരയിക്കരുത് നീ. ഓ കൊറേ സാധനം ഉണ്ട് ഏഞ്ചലിന്. സെഫോറയില് അഗ്രി കുഴപ്പമില്ല ഏഞ്ചലെ. ബ്ലഷ് വെറ്റ് ആൻഡ് വൈൽഡിന്റെ. ഓ റോഡിന്റെ സാധനം ഉണ്ട്. വാവ്, ഇത്ര കുറച്ച് വലുത് മേടിക്കായിരുന്നു ഏഞ്ചല്. സൂപ്പർ സൂപ്പർ. വാട്ട് എൽസ്? ലനേജ് എന്തെങ്കിലും ഉണ്ടല്ലോ ഏഞ്ചലെ. ഞാൻ മേടിച്ചിട്ട് അധികം ആയില്ല, ഇപ്പൊ മേടിച്ചു പോയിട്ട്. എന്നാലും ഉണ്ട്, സാധനങ്ങളുണ്ട്. ഓ ഇതെന്ത് സാധനം എടി? ഓ പോക്കറ്റ് ബ്ലഷ് വാങ്ങിച്ചു റോഡിന്റെ. So cute. So cute. What is this? എനിക്ക് പവർ ബാങ്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര സ്ലിം ആയിട്ടുള്ളത്.
താങ്ക് യു. ഇതെനിക്ക് ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു. താങ്ക് യു ഏഞ്ചൽ. ഇനിയും കഴിയില്ലേ? ഇനിയും ഉണ്ടോ ഏഞ്ചലെ? താങ്ക് യു ഏഞ്ചൽ. സെഫോറിലെ കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതും താങ്ക് യു. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. എല്ലാവർക്കും Merry Christmas. If you like this video, don't forget to Like. Share. and subscribe.